والصلاة والسلام على من لا نبي بعده. صحيح ترغيب وترهيب كتاب الصدقات لا يرتفصل. الترهيب من المسألة وتحريمها الترهيب من المسألة وتحريمها مع الغناء وما جاء في ذم الطمع والترغيب في التعفف والقناعة والأكل من كسب يده. അടുത്ത ഫസ്ല് ആളുകളോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ യാചന അതുപോലെയുള്ള ആ കാര്യങ്ങൾ, അവന് ശേഷി ഉണ്ടായിരിക്കെ, അവന് കഴിവുണ്ടായിരിക്കെ ആളുകളോട് ചോദിക്കുന്നതിൻ്റെ ഗൗരവവും അതുപോലെ തന്നെ അത്യാർത്ഥിയെ ദമ്മ് ചെയ്യുന്ന കാര്യങ്ങളും, സമ്പത്തിൻ്റെ വിഷയത്തിൽ ഇഫത്ത് ഉണ്ടാവുക, മറ്റുള്ളവരിലേക്ക് ആവശ്യക്കാരനാകാതെ പോകുന്നതും, അള്ളാഹു നൽകിയതിൽ ഖനാഅത്ത് കാണിക്കുന്നതും, സ്വന്തം കൈകൊണ്ട് സമ്പാദിച്ച് ഭക്ഷിക്കുന്നതിൻ്റെ എല്ലാം അതിന് പ്രോത്സാഹനം നൽകുന്നതും ആ നിലക്കുള്ള ഹദീസുകളാണ് ഈ ഫസ്ലിൽ കൊടുത്തിട്ടുള്ളത്. عن ابن عمر رضي الله عنهما أن النبي صلى الله عليه وسلم قال: لا تزال المسألة بأحدكم حتى يلقى الله تعالى وليس في وجهه مزعة لحم. ഒരാൾ മറ്റുള്ള ആളുകളോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആവശ്യങ്ങൾ, അവന് സമ്പാദിക്കാനുള്ള ആരോഗ്യം ഉണ്ടാവും, അല്ലെങ്കിൽ അവൻ്റെ സമ്പത്ത് ഉണ്ടാവും, എന്നാലും മറ്റുള്ള ആളുകളോട് ആവശ്യപ്പെട്ട് ചോദിച്ചുകൊണ്ടേ അയാൾ തുടരുകയാണ് എങ്കിൽ, അയാൾ ജീവിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അവൻ്റെ മുഖത്ത് ഒരു കഷ്ണം പോലും മാംസമില്ലാത്ത അവസ്ഥയിലായിരിക്കും. കാരണം അത്രയും നിന്ദ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ശേഷിയുണ്ടായിരിക്കെ, അല്ലെങ്കിൽ അത്രയും ഒരു അത്യാവശ്യം ഇല്ലാത്തൊരവസ്ഥയിലൊക്കെ ആളുകളോട് ചോദിക്കുക എന്നുള്ളത്. പൊതുവെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത, നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള, ചില പണ്ഡിതന്മാർ അടിസ്ഥാനപരമായിട്ട് നിഷിദ്ധമാണ്, എന്നാൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മനുഷ്യനായതുകൊണ്ട് അനുവദനീയമാക്കിയതാണ് എന്നിവരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആളുകളോട് എന്തെങ്കിലും കാര്യങ്ങൾ, ഇങ്ങനെ സമ്പത്ത് അതുപോലുള്ള കാര്യങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട്, ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ ശേഷി ഉണ്ടായിരിക്കെ ചോദിക്കുന്നത് അത്രയും നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി, അവന് ശേഷിയുണ്ട്, അവന് സമ്പാദിക്കാം, അവന് ജോലിക്ക് പോകാം, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ടും ആളുകളോട് ഇങ്ങനെ ചോദിക്കുന്നവൻ്റെ പരലോകത്ത് മുഖത്തൊരു മാംസം പോലും ഇല്ലാതെയാണ് അവൻ എത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. وعن سمرة بن جندب رضي الله عنه أن رسول الله صلى الله عليه وسلم قال: إنما المسائل قدوح يقدح بها الرجل وجهه. ആളുകളോട് ആവശ്യപ്പെടുക, ഇങ്ങനെ ചോദിക്കുക എന്നുള്ളത് അതൊരു നിന്ദ്യതയാണ്, അല്ലെങ്കിൽ ഒരു അടയാളമാണ്, നിന്ദ്യതയുടെ ഒരു അടയാളമാണ്. ഒരു മനുഷ്യൻ അങ്ങനെ ചോദിക്കുന്ന ആളാകുമ്പോൾ അവൻ്റെ മുഖത്ത് അടയാളം കൊണ്ടുവെക്കുന്നതാണ്, അഥവാ അവൻ്റെ ഒരു ഇക്റാമും അവൻ്റെ ഒരു ഹയാവും എല്ലാം ഇല്ലാതാക്കുന്ന ഒരടയാളമാണ് ആളുകളോട് ചോദിക്കുക എന്നുള്ളത് കൊണ്ട് ഉണ്ടാകുന്നത്. ഫമൻ ശാഅ ബഖാ അലാ വജ്ഹിഹി വമൻ ശാഅ തറക. ആരാണോ അവൻ്റെ ആ കറാമത്ത് അവൻ്റെ മുഖത്ത് നിലനിർത്താൻ ഉദ്ദേശിക്കുന്നത്, അവൻ അങ്ങനെ ചെയ്യട്ടെ. അതൊഴിവാക്കാൻ, അഥവാ ഈ ഒരു നിന്ദ്യത ഏറ്റുവാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അവൻ അങ്ങനെ ചെയ്യട്ടെ. എന്നിട്ട് പറഞ്ഞു: ഇല്ലാ അൻ യസ്അല ദാ സുൽത്താനിൻ. എന്നാൽ ചോദിക്കാൻ അനുവദനീയമായിട്ടുള്ള, അല്ലെങ്കിൽ അത് തെറ്റല്ലാത്ത, ഈ ഒരു നിലയിൽ ഉൾപ്പെടാത്ത ചോദിക്കൽ ഒന്ന് ഭരണാധികാരിയോട് ആവശ്യപ്പെടലാണ്. അപ്പോൾ നമ്മുടെ ഒരു നാടിൻ്റെ ഭരണാധികാരി, പ്രത്യേകിച്ചും ഇസ്ലാമിക ലോകത്തെ ഭരണാധികാരി, അപ്പോൾ അവിടുത്തെ ഒരു പ്രജയ്ക്ക് അവൻ്റെ ആവശ്യങ്ങൾ ചോദിക്കുന്നത് തെറ്റില്ല. ഔ ഫി അംരിൻ ലാ യജിദു മിൻഹു ബുദ്ദൻ. അല്ലെങ്കിൽ വേറൊരു കാര്യം, ഇന്ന ആളിൽ നിന്ന് മാത്രമേ അത് നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇവന് അതിന് കഴിവില്ല, ഇയാളോട് ചോദിച്ചാലേ നടക്കുകയുള്ളൂ എന്ന നിലക്കുള്ള കാര്യങ്ങൾ, നിർബന്ധമായി വരുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ളതിനൊഴികെ അല്ലാതെ ഇങ്ങനെ ചോദിക്കുക എന്നുള്ളത് ഈ നിലക്ക് ഒരു നിന്ദ്യത കൊണ്ടുവരുന്ന കാര്യമാണ്. ഇതേ അർത്ഥത്തിൽ അൽമസ്അലതു കദ്ദുൻ യകുദ്ദു ബിഹാ റജുലു വജ്ഹഹു എന്നും കാണാം. وعن ابن عمر رضي الله عنهما قال: سمعت رسول الله صلى الله عليه وسلم يقول: المسألة كدوح في وجه صاحبها يوم القيامة فمن شاء استبقى على وجهه. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അതേ ആശയം അന്ത്യനാളിൽ അതവൻ്റെ ഇക്റാമിനെ ഇല്ലാതാക്കുന്ന, അവന് നിന്ദ്യത ഉണ്ടാക്കുന്ന ഒരു അടയാളമായിട്ടാണ് അവൻ്റെ മുഖത്തുണ്ടാവുക. وعن ابن عباس رضي الله عنها قالت: قال رسول الله صلى الله عليه وسلم: من سأل الناس في غير فاقة نزلت به أو عيال لا يطيقهم
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരാൾ ജനങ്ങളിലേക്ക് ഇങ്ങനെ ചോദിച്ചിറക്കുകയാണ്, അവനൊരു വലിയൊരു ബുദ്ധിമുട്ട് ബാധിച്ചിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ അവന് നോക്കാൻ പറ്റാത്ത വലിയൊരു കുടുംബം അവനൊന്നുമില്ല, അവനൊരു കുഴപ്പമില്ല, അങ്ങനെ കാര്യമായിട്ട് വിഷയങ്ങളൊന്നുമില്ല, എന്നിട്ടും ആളുകളോട് ചോദിച്ചും അങ്ങനെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ ജാഅ യൗമൽ ഖിയാമത്തി വജ്ഹിൻ ലൈസ അലൈഹി ലഹ്മുൻ, അവൻ നാളെ പരലോകത്ത് വരിക മുഖത്ത് ഒരു കഷ്ണം പോലും മാംസമില്ലാത്ത അവസ്ഥയിലായിരിക്കും അവൻ എത്തുക എന്നുള്ളത്. അപ്പോൾ നിർബന്ധിത സാഹചര്യത്തിൽ അങ്ങനെ വല്ല ആവശ്യങ്ങൾ ഉണ്ടാവുകയാണ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന മനുഷ്യനാണ്, സ്വാഭാവികമാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ചോദിക്കുന്നതല്ല, അതല്ലാതെ ഉള്ള സന്ദർഭത്തിൽ ആളുകളോട് ചോദിച്ചുകൊണ്ട് ആ രീതിയിൽ ചെയ്യുക എന്നുള്ളത് ഈ ഒരു അവസ്ഥയിലാണ് പരലോകത്ത് അവനെ എത്തിക്കുക. ഇതേ ആശയത്തിൽ മറ്റൊരു ഹദീസ് കാണാം. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫതഹ അലാ നഫ്സിഹി ബാബ മസ്അലത്തിൻ മിൻ ഗൈരി ഫാഖത്തിൻ നസലത് ബിഹി ഔ ഇയാലിൻ ലാ യുതീഖുഹും ഫതഹ അല്ലാഹു അലൈഹി ബാബ ഫാഖത്തിൻ മിൻ ഹൈസു ലാ യഹ്തസിബ്. ഒരാൾ അവന് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടോ ഞെരുക്കൊന്നും വന്നിട്ടില്ല, അതുപോലെ തന്നെ അവന് നോക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമല്ല, വലിയൊരു കുടുംബമില്ല, അങ്ങനെയുള്ള അവസ്ഥയിൽ അവൻ ആളുകളോട് ചോദിച്ചുകൊണ്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ മുമ്പിൽ തുറക്കുന്നത് അവൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഞെരുക്കവും ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളുമായിട്ടുള്ള അവസ്ഥയിൽ അവൻ്റെ മുമ്പിൽ അള്ളാഹു കതക് തുറക്കുന്നതാണ്. അപ്പോൾ അവന് കൂടുതൽ അങ്ങനെ ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാവുക. وعن عائد بن عمرو رضي الله عنه أن رجلا أتى النبي صلى الله عليه وسلم يسأله فأعطاه. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു വ്യക്തി വരികയും ആവശ്യപ്പെടുകയും ചെയ്തു, ചോദിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. فلما وضع رجله على أسقفة الباب, അങ്ങനെ അയാൾ തിരിച്ചുപോയി വാതിൽപ്പടിയിൽ എത്തിയപ്പോൾ, തിരിച്ചു പോകുമ്പോൾ വാതിൽപ്പടിയുടെ ഭാഗത്തെത്തിയപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യഅലമൂന മാ ഫിൽ മസ്അല മാ മശാ അഹദുൻ ഇലാ അഹദിൻ യസ്അലുഹു. മറ്റൊരാളോട് ചോദിക്കുന്നതിലുള്ള ആ നിന്ദ്യതയും കുറവൊക്കെ ഒരാൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മാ മശാ അഹദുൻ ഇലാ അഹദിൻ യസ്അലുഹു, ഒരാൾ മറ്റൊരാളിലേക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടന്നു പോകില്ലായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. അപ്പോൾ നമുക്ക് സാധിക്കുന്ന അത്രയും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഞെരുക്കമോ ഒന്ന് വരുമ്പോഴല്ലാതെ ആളുകളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ആളുകളോട് ചോദിച്ചുകൊണ്ട് ആ നിലയ്ക്ക് ജീവിക്കുക എന്നുള്ളത് വളരെയധികം നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ വേറെയും ഹദീസുകൾ ഈ വിഷയത്തിൽ വരുന്നുണ്ട്. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.